എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGS ഫോക്കസ് ചെയ്തുകൊണ്ട് ചെറിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ പത്രങ്ങൾ എന്ന ടോപ്പിക്കാണ്. കേരളത്തിലെ പത്രങ്ങൾ ഈ ഭാഗത്ത് PSC പലതവണയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഏത് കേരളത്തിലെ പത്രങ്ങൾ. അപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ പത്രം ഏതായിരുന്നു? അത് രാജ്യസമാചാരമായിരുന്നു. മലയാളത്തിൽ ആദ്യ പത്രം ഏത് എന്ന് ചോദിച്ചാൽ രാജ്യസമാചാരം. തലശ്ശേരിയിൽ നിന്ന് ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ പത്രം ആരംഭിച്ചത്. അപ്പം രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഹെർമൻ ഗുണ്ടർട്ട്. എവിടെ നിന്ന് ആരംഭിച്ച്? തലശ്ശേരിയിൽ നിന്ന്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് 1847 ജൂൺ മാസം ഈ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. ക്ലിയർ ആണല്ലോ. അപ്പോൾ മലയാളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരം. ആ രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചതാരാ? ഹെർമൻ ഗുണ്ടർട്ട്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് 1847 ജൂൺ മാസമാണ് ഈ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1850 ഡിസംബർ വരെ പ്രസിദ്ധീകരണം തുടർന്നു. അങ്ങനെ 1850 ഡിസംബർ വരെ പ്രസിദ്ധീകരണം തുടർന്ന ഈ പത്രം 42 ലക്കങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ എത്ര ലക്കങ്ങൾ പുറത്തിറക്കി എന്ന് ജസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യുക. 42. അപ്പോൾ 1847 പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പഠിക്കേണ്ട പോയിന്റ് തന്നെയാണ്. 1850 വരെ പ്രസിദ്ധീകരണം തുടരുകയും 42 ലക്കങ്ങൾ പുറത്തിറക്കുകയും ചെയ്തു. ഇത്രയും പോയിന്റ് ഓക്കെയാണ്. അപ്പോൾ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലം നമ്മൾ ഓർത്തു വയ്ക്കണം. രാജ്യസമാചാരം ആരംഭിച്ചത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നാണ്. ഹെർമൻ ഗുണ്ടർട്ടാണ് ഈ പത്രം ആരംഭിച്ചത്. ഇത്ര ഓക്കെയാണ്. ഇനി നട്ടൂരിലെ കല്ലച്ചിൽ അച്ചടിച്ച രാജ്യസമാചാരത്തിൻ്റെ പകർത്തിയെഴുത്തും മുദ്രണവും ബാസൽ മിഷൻ പള്ളിമുറിയിൽ വെച്ച് നടന്നു. ഇനി അടുത്തൊരു പോയിന്റ് ക്ലിയറായി നമ്മൾ പഠിക്കണം. കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലച്ചുകൾ തയ്യാറാക്കിയ വ്യക്തിയാര്? ഡി കണ്യൻ കടു. ആ പേര് നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. ഡി കണ്യൻ കടുവാണ് കല്ലച്ചുകൾ തയ്യാറാക്കിയത്. അപ്പം രാജ്യസമാചാരവുമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ. രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് 1847 ജൂൺ മാസം പ്രസിദ്ധീകരണം ആരംഭിച്ചു. അല്ലേ? ആരംഭിച്ചതാരാ? ഹെർമൻ ഗുണ്ടർട്ടാണ്. 1850 ഡിസംബർ വരെ പ്രസിദ്ധീകരണം തുടർന്ന രാജ്യസമാചാരം 42 ലക്കങ്ങൾ പുറത്തിറക്കി. അല്ലേ? ഇനി നട്ടൂരിലെ കല്ലച്ചിൽ ആണ് ഈ പത്രം അച്ചടിച്ചത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം നടന്നത് എവിടെയാണെന്ന് ഓർത്തു വെച്ചോണം. ബാസൽ മിഷൻ പള്ളിയുടെ മുറിയിലാണ്. ഇനി കല്ലച്ചുകൾ തയ്യാറാക്കിയ വ്യക്തി ആര്? ഡി കണ്യൻ കടുവാണ്. രണ്ടാമത്തെ പത്രമാണ് പശ്ചിമോദയം. അടുത്ത പത്രം ഏതാ? പശ്ചിമോദയം. മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. അപ്പം ഈ പശ്ചിമോദയം ആരംഭിച്ചതും ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. ഓക്കെ. എന്നാൽ പശ്ചിമോദയത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജോൺ ഫെഡറിക് മുള്ളറാണ്. ആരാണ്? ജോൺ ഫെഡറിക് മുള്ളർ. അപ്പോൾ ആ പേരൊന്ന് കൊണ്ടുവരണേ. പശ്ചിമോദയത്തിൻ്റെ പത്രാധിപരാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഫെഡറിക് മുള്ളർ. ഇനി ഈ പശ്ചിമോദയം നമ്മൾ പറഞ്ഞു മലയാളത്തിലെ രണ്ടാമത്തെ പത്രമാണെന്ന് പറഞ്ഞു. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത കൂടി നമ്മുടെ പശ്ചിമോദയത്തിന് ഉണ്ട്. എന്താണ്? മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസികയാണ് പശ്ചിമോദയം. അപ്പോൾ മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസികയാണ് ഏതെന്ന് പഠിക്കാം. നമുക്ക് പശ്ചിമോദയം എന്ന് പഠിക്കാം. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് 1847 ഒക്ടോബർ മാസം ഇത് പ്രസിദ്ധീകരിച്ചു. അപ്പം വർഷം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യസമാചാരവും അതുപോലെ തന്നെ പശ്ചിമോദയവും ആരംഭിച്ചത് 1847 1847 ജൂൺ മാസം രാജ്യസമാചാരം ആരംഭിച്ചെങ്കിൽ 1847 ഒക്ടോബർ മാസമാണ് ഏത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? പശ്ചിമോദയം. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസികയാണ് ഏതെന്ന് പറയുന്നത് പശ്ചിമോദയം. ക്ലിയർ ആണോ? 1851 വരെ ഇതിൻ്റെ പ്രസിദ്ധീകരണം തുടർന്നു. അപ്പോൾ ഇതിൻ്റെ പത്രാധിപരാരാ? ജോൺ ഫെഡറിക് മുള്ളർ. ജോൺ ഫെഡറിക് മുള്ളർ. ഇനി ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ, കേരള ഉൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രവും പശ്ചിമോദയമാണ്. ഇപ്പോൾ നാം കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ പോയിൻ്റായിട്ട് തോന്നുമെങ്കിലും ഇതൊരു സ്റ്റേറ്റ്മെൻ്റായിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ വരാം. കാരണം രാജ്യസമാചാരവും ഇദ്ദേഹത്തിൻ്റെ പത്രമാണ്. അപ്പോൾ ചോദ്യകർത്താവിന് വേണമെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരളപ്പഴമ, കേരള ഉൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് രാജ്യസമാചാരത്തിലാണ് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് തരാം. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? എവിടെയാണത് പ്രസിദ്ധീകരിച്ചത്? പശ്ചിമോദയം. അപ്പോൾ ക്ലിയറായി പഠിക്കുന്നു.
ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ കേരള പഴമ, കേരളോൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം പശ്ചിമോദയമാണ്. അപ്പോൾ പശ്ചിമോദയവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ: രണ്ടാമത്തെ പത്രം ആദ്യ ശാസ്ത്ര മാസിക, ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണെങ്കിലും അതിൻ്റെ പത്രാധിപരായിരുന്നു ജോൺ ഫെഡറിക് മുള്ളറാണ്. 47 പ്രസിദ്ധീകരണം തുടങ്ങിയെങ്കിൽ 1851 അതിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. ഓക്കെ, ഇനി കേരളപ്പഴമയും കേരള ഉൽപ്പത്തിയും ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് എന്ന് ഓർത്തോണം? പശ്ചിമോദയത്തിലാണ് എന്ന് ഓർത്തോണം. മൂന്നാമത്തെ പത്രത്തിലേക്ക് പോയാലോ? ജ്ഞാനനിക്ഷേപം. മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ് ജ്ഞാനനിക്ഷേപം. മലയാളത്തിലെ മൂന്നാമത്തെ പത്രമാണ് ജ്ഞാനനിക്ഷേപമെങ്കിൽ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത തിരുവിതാംകൂറിലെ ആദ്യ പത്രമാണ്. അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ പത്രവും തിരുവിതാംകൂറിലെ ആദ്യ പത്രവുമാണ് ഇത് ജ്ഞാനനിക്ഷേപം. 1847 തന്നെയാണ് ജ്ഞാനനിക്ഷേപവും പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് പറയാം 3 പത്രങ്ങൾ: രാജ്യസമാചാരം, പശ്ചിമോദയം, ജ്ഞാനനിക്ഷേപം. 3 പത്രവും പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1847 ഇനി ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിച്ചത് കോട്ടയത്തെ CMS പ്രസ്സിൽ നിന്നാണ്. അപ്പം ബാക്കി 2 പത്രങ്ങളും കല്ലച്ചിലെങ്കിൽ ഇതൊരു പ്രസ്സിലാണ് അച്ചടിച്ചത്. ഏതാ പ്രസ്? കോട്ടയത്തെ CMS പ്രസ്. അപ്പോൾ അതും മറ്റൊരു പ്രത്യേകതയാണ് ജ്ഞാനനിക്ഷേപത്തിൻ്റെ. എന്താണ്? അച്ചുകൂടത്തിൽ പുറത്തിറങ്ങിയ ആദ്യ മലയാള പത്രം അല്ലേ? അച്ചുകൂടത്തിൽ പുറത്തിറങ്ങിയ ആദ്യ മലയാള പത്രം ഏത്? ജ്ഞാനനിക്ഷേപം. തിരുവിതാംകൂറിലെ ആദ്യ പത്രം ഏത്? ജ്ഞാനനിക്ഷേപം. മലയാളത്തിലെ മൂന്നാമത്തെ പത്രം ജ്ഞാനനിക്ഷേപം. ഇനി ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? റവറൻഡ് ജോർജ് മാത്തനും ആർച്ച് ഡീക്കൻ കോശിയും. ആരൊക്കെയാ? റവറൻഡ് ജോർജ് മാത്തൻ, ആർച്ച് ഡീക്കൻ കോശി എന്നിവരാണ് ജ്ഞാനനിക്ഷേപം പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആരൊക്കെയാ വ്യക്തികൾ? റവറൻഡ് ജോർജ് മാത്തനും ആർച്ച് ഡീക്കൻ കോശിയും. ഇനി ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലു കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ് എന്ന് ഓർത്തോണം. ആർച്ച് ഡീക്കൻ കോശിയുടെ പുല്ലേലു കുഞ്ചു പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ്. ഇനി ജ്ഞാനനിക്ഷേപത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിത്രങ്ങളോടുകൂടി വിഷയവിവരങ്ങൾ നൽകിയ ആദ്യ മലയാള പത്രം. അപ്പം കേരളത്തിലെ മൂന്നാമത്തെ പത്രമാണെന്ന് പറഞ്ഞു. തിരുവിതാംകൂറിലെ ആദ്യ പത്രമാണ്. അച്ചുകൂടത്തിൽ പുറത്തിറങ്ങിയ ആദ്യ പത്രമാണെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ പറയുകയാണ്, ചിത്രങ്ങളോടുകൂടി വിഷയവിവരങ്ങൾ നൽകിയ മലയാളത്തിലെ ആദ്യ പത്രം അതേതാണ്? ജ്ഞാനനിക്ഷേപമാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്.